അടുത്തതായിട്ട് എൻ ബി സി സിയിലേക്കാണ് വരുന്നത്. എൻ ബി സി സിയെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും കമ്പനിക്ക് മൾട്ടിപ്പിൾ ഓർഡേഴ്സ് നേടിയതായിട്ടാണ് കമ്പനി എക്സ്ചേഞ്ച് ഫയലിംഗിൽ അറിയിച്ചിരിക്കുന്നത്. IIT മാൻഡി, അതിനോടൊപ്പം തന്നെ കാൻഡ്ല സെസ് തുടങ്ങിയവയിൽ നിന്നാണ് മൾട്ടിപ്പിൾ ഓർഡേഴ്സ് ലഭിച്ചിരിക്കുന്നതെന്ന് കൂടി സൂചിപ്പിച്ചിട്ടുണ്ട്. IIT മാൻഡിയിൽ നിന്നും 332.99 കോടി രൂപയുടെ ഓർഡറാണ് ലഭിച്ചിരിക്കുന്നത്. കാൻഡ്ല സെസ്സിൽ നിന്നും ഏകദേശം 12 കോടി രൂപയിലധികം മൂല്യമുള്ളൊരു കരാറാണ് നേടിയിരിക്കുന്നത് കൂടി കമ്പനി എക്സ്ചേഞ്ച് ഫയലിംഗിൽ അറിയിച്ചിട്ടുണ്ട്. ഇനി എൻ ബി സി സി ഈ ഒരു ചാർട്ട് പരിശോധിക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും ഒരു 15 മിനിറ്റ്സ് ഒക്കെ പരിശോധിക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ചാർട്ട് പാറ്റേൺ ആണ് കാണുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ മാസീവായിട്ടൊരു ബൈങ്, പ്രത്യേകിച്ചും ഈ ഒരു മൺഡേ വിപണിയിൽ ഒരു സെല്ലിംഗ് പ്രഷർ നേരിട്ടപ്പോൾ പോലും വളരെ ശക്തമായിട്ടുള്ള ഒരു ബൈങ് ഇൻട്രസ്റ്റ് കടന്നു വന്നിരുന്നു. പിന്നീട് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നേരിട്ടു എങ്കിൽ പോലും ഇപ്പോഴും ആ ഒരു ഹൈ ലെവൽസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, ഓൾമോസ്റ്റ് ഹൈ ലെവൽസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. നിലവിലൊരു ഫ്ലാറ്റ് സ്റ്റോണിലാണ് ട്രേഡിംഗ് നടന്നു വരുന്നത്. സോ എൻ ബി സി സിയിലുള്ള അനലിസ്റ്റുകളുടെ ഒരു ഓവറോൾ വ്യൂ എങ്ങനെയാണ് സഫാൻ? ടെക്നിക്കലി റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡിക്കേഷൻസ് എല്ലാം ഈ ഒരു സ്റ്റോക്കിൽ പോസിറ്റീവായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. റീസെൻ്റ്ലി 15 ഡിസംബറിൽ സ്ട്രോങ് പോക്കറ്റ് പീരിയഡ് വോളിയം ആക്ഷനാണ് ഈ ഒരു സ്റ്റോക്കിൽ ഫോം ചെയ്തത്. ഒരു എക്സ്പ്ലോസീവ് മൂവ്മെൻ്റ് ആയിരുന്നു. ലാസ്റ്റ് ഡേയും ഒരു ഇൻസൈഡ് ക്യാൻഡിൽ ഫോർമേഷൻ, കറണ്ട് ഡേയും നമുക്കൊരു ഫ്ലാറ്റ് മൂവ്മെൻറ്റ്, ഒരു ഡബിൾ ഇൻസൈഡ് ബാർ ഫോർമേഷനാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 117 അതുപോലെ 118 ഈ ഒരു സോൺ മറികടന്നാൽ ഒരു മൊമെൻ്റം റാലി എക്സ്പെക്റ്റേഷൻസ് ആണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. കറൻ്റ്ലി വോളിയം ഇൻഡിക്കേഷൻസ് എല്ലാം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കറൻ്റ്ലി ഒരു റാലി അറ്റംപ്റ്റ് ഫേസിലാണ് ഈ ഒരു ഓഹരി ട്രേഡ് ചെയ്യുന്നതെന്ന് പറയാൻ സാധിക്കും. കൂടാതെ 15 ഡിസംബറിലെ ലോ ഏരിയ ഒരു സ്ട്രോങ് സപ്പോർട്ട് സോണായി ആക്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. കാരണം സ്ട്രോങ് പോക്കറ്റ് പിവറ്റ് വോളിയം ആക്ഷനാണ് ഈ 15 ഡിസംബറിൽ ഫോം ചെയ്തിട്ടുള്ളത്.